റിവേഴ്സ് ചെയ്തോ. റിവേഴ്സ് എടുക്കാനോ? അത് തിരക്കേടില്ല. നിങ്ങളാരൊക്കെ ബാക്ക് അടിക്കുന്നു? തന്നോട് പറഞ്ഞ പോലെ ചെയ്താൽ മതി, വലിയ ഡയലോഗ് വേണ്ട. അത് എവിടെ തന്നെ ആയാന്ന്. നിങ്ങൾ ഓണും കൂടി അടിക്കാണ്ട് കയറി വന്നിട്ടിപ്പോ. ആരാ വക്കീലേ? ഇതാ പുതിയ പോലീസ് കമ്മീഷണറാ, വർഷാവർമ്മ. അവള് മഹാ അലമ്പ. കൊള്ളാ. തന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് വണ്ടി റിവേഴ്സ് എടുക്കുന്ന നല്ലത്. വണ്ടി എടുക്കണോ? ഞാൻ റിവേഴ്സ് എടുക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ വേണേ ബാക്ക് എടുത്ത് മാറ്റിക്കോളൂ. എന്താ പ്രശ്നം? സാർ, ഇത് നാട്ടിൽ കേൾക്കാത്ത പുതിയൊരു ഐറ്റം. നമ്മൾ വന്ന വഴി മുഴുവൻ റിവേഴ്സ് എടുത്ത് പോയാലേ ഈ താത്ത മാറൂന്ന്. മാറണ്ട, പോണ്ട. സിറ്റി പോലീസ് കമ്മീഷനാണ് ഈ താത്ത. എന്താ മാഡം, മാഡത്തിന്റെ വണ്ടി ഒരു 10-15 അടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോവാം. ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ല. ഏതാ? ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ലാന്ന്. അവനെ കൊണ്ട് പുറകോട്ട് എടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഒരു ഈഗോ പ്രോബ്ലമായി മാറി മാഡത്തിനത്. അതുകൊണ്ടാ. മാഡത്തിനറിയാം മാഡത്തിന്റെ ഭാഗത്ത് ന്യായമില്ല. താനെന്നെ ന്യായ അന്യായം ഒന്നും പഠിപ്പിക്കണ്ട. വണ്ടി എടുത്ത് മാറ്റടോ. മാറ്റുകയെന്ന് പറഞ്ഞാൽ ഈ വാൻ പുറകോട്ട് പോവില്ല. ഇതിന് റിവേഴ്സ് ഗിയർ ഇല്ല. ഞാൻ കമ്പനി പറഞ്ഞ് പ്രത്യേകം ഉണ്ടായിച്ച. ബിക്കോസ് ഞാൻ പുറകോട്ട് പോകുന്ന ഒരാളല്ല. അതുകൊണ്ടാ. തന്നെ ഫുള്ളാക്കണോ? മാഡം അങ്ങനെ സ്വയം ആവാൻ തീരുമാനിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചൂടാവണ്ട, ഞാൻ ശ്രമിച്ചു നോക്കാം. നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് വാചം അടിക്കുന്നുണ്ട്, രണ്ടുപേർക്കും പോകാൻ പറ്റില്ലല്ലോ. ഐ വിൽ ട്രൈ. വാക്കേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. അവള് കൊള്ളാം. മാരീഡാ? എന്താ നോക്കുന്നോ? മാരീഡ് ആണെങ്കിൽ നോക്കാം. എന്റെ ചക്ക വീണ് ചത്ത വല്ലിപ്പ, എന്താ ഈ കാണണേ? തുടങ്ങി പരമേശ്വരൻ വെള്ളടി തുടങ്ങി. അല്ല, എന്താ ഇത്, ചായയോ? വെറുതെ എന്നെ മോഹിപ്പിച്ചു. എന്താ കുഞ്ഞിപ്പാലു, ഞാൻ വെള്ളം അടിച്ചു കാണാൻ ഇത്ര താല്പര്യം? എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മമെടുത്ത ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര. തന്റെ കയ്യില് കാശുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഡാ മോനെ മാധവ, സർ, ഗ്യാസ് പോയ സോഡ ഉണ്ടെങ്കിൽ സോഡക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണം എടുത്തിട്ട് വന്നേ. ഇപ്പോഴത്തെ സോഡയൊക്കെ ഭയങ്കര ഗ്യാസാ സർ, റിജക്ട് ചെയ്യാൻ ഒന്നും കാണില്ല. അത്രക്ക് ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ 1 ഔൺസ് ജീരകാരിഷ്ടവും 2 ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങട് മാധവ വെള്ളം മതി, അത് കൊണ്ടുപോവാ. സർ, സോഡയുടെ ബില്ല് ഞങ്ങൾ കൊടുത്തോളാം. സോഡ ഒഴിച്ച് തന്നെ വിഴുങ്ങ്. വെരി ഗുഡ്. അല്ല, ആ റോബിൻസൺ റോഡിലെ 70 സെന്റ് സ്ഥലവും അതിലുള്ള 2 നില കെട്ടിടവും താൻ വാങ്ങിയില്ലേ? താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു. 4 കൊല്ലം കൊണ്ട് ആളാരായി മാറി. ഞാൻ ഇവിടെ വന്ന് കിടന്ന ആളായതല്ല, ഞാൻ വന്നതേ ആളായിട്ടാണോ കുഞ്ഞിപ്പാലു? വെരി ഗുഡ്. 9 വർഷം മുമ്പ് മേലെപ്പാളയെ താറരിഞ്ഞാണോ 4 പാദസരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇന്ന് ഈ ടൗൺ ഒരു അറ്റത്തുനിന്ന് വിഴുങ്ങല്ലേ? ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനി ഇന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ? എന്താ ചെയ്തതിന്റെ പേര്? മൊത്തം ഊറ്റ് ബാങ്കേഴ്സ്. അതാ സോഡ വന്നല്ലോ, മൊത്തം ഊറ്റ് കുടി. ബ്ലേഡ് മാത്രല്ല, ഗോൾഡ്, സ്വർണ്ണ കടത്ത്, അതിലല്ലേ ഞാൻ കേറി മിന്നിയത്. നീ എന്താണോ പറഞ്ഞത്? കോളിയോടങ്കിരിക്ക് സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ? ക്ലബിലെ നിയമമാണ് സർ, കുടിശ്ശിക തീർക്കാത്തവർക്ക് ഇനി സെർവ് ചെയ്യേണ്ടത്. കുടിശ്ശിക തീർക്കാനോ? ഈ ക്ലബിന്റെ വില പറയാൻ പറയടാ. ഈ നിയമം ഉണ്ടാക്കിയ ബാസ്തേനോട് ഗിരി തരും. എടോ ഗിരി, സൂക്ഷിച്ച് സംസാരിക്കണം. ഇതൊരു ക്ലബ്ബാണ്, നിന്റെ വീടല്ല. അത് പറയാ നീ ആരടാ? ഞാൻ ഇതിന്റെ സെക്രട്ടറിയാ. ഒരു പുളിച്ച സെക്രട്ടറി. ഇതിനകം നീ എന്നാണ് ആദ്യം കണ്ടത്? ഈ ഗിരിയുടെ ഗസ്റ്റ് ആയിട്ടല്ലേടാ നീ ഇതിനകത്ത് ആദ്യമായിട്ട് കാലുകുത്തുന്നത്? നിനക്കൊരു മെമ്പർഷിപ്പിന് ആരടാ കൂടെ എന്നത്? സെൻട്രൽ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവടക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടങ്കിരി എടുത്തു കൊടുത്തു. കഴിഞ്ഞ ഇലക്ഷന് ഞാൻ ക്യാൻവാസ് ചെയ്ത് വോട്ടുകൊണ്ട് ഇവൻ സെക്രട്ടറി ആയി 1 കൊല്ലം. അതിനിടയിൽ കോളിയോടങ്കിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി. അത് നേരാ. പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും. മനസ്സിലായടാ? സ്വന്തം വില നീ ആയിട്ട് തന്നെയല്ലേ ഗിരി കളഞ്ഞത്? അത് വീരാൻകുട്ടി പറഞ്ഞത് ന്യായ. താനാടോ? ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും, അയാൾ പറഞ്ഞുതരും. എടോ തൃശ്ശൂർക്കാരാ, ഇവിടെ കിടന്ന ആളായല്ലേ? അതെന്താണോ തൃശ്ശൂർക്കാർക്ക് ഇവിടെ റോഡില്ലേ? തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ എന്താ കറാച്ചിക്ക് അപ്പുറത്താ? മര്യാദയ്ക്ക് എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും.
നിന്നെ പിടിച്ച് പുറത്താക്കവര് ഏയ്. കോളിയാളങ്കിരിയെ പുറത്താക്കാൻ കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാരനെ വിളി. ഗിരി കൂൾ ഡൗൺ എന്താ ഗിരി വീരാൻകുട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പെരുമാറേണ്ടത്? പഴയ ബാലൻസ് ബില്ല് വല്ലതും ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം, അതല്ലേ വേണ്ടത്? ഗിരി ഇരിക്കെ. ആ ബില്ല് ഞാൻ set നിങ്ങൾ ചെയ്തോളാം. പറഞ്ഞോണ്ട് ഞാൻ വിടുന്നു. ഞാനും വിടുന്നു. ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാൽ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും. പൂച്ചിമണി, ചെണ്ടവാറപ്പൻ, കൂറ്റൻ ജോസ്, കുമ്പിടി, മച്ചിങ്ങപ്പൈലി, കോമാങ്ങമോറൻ, കുഴിനേന്ദ്രൻ, പാട്ടത്തിൽ തോമ, സായി പന്തോണി അവരൊക്കെ അവിടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ? ആ, കൊണ്ടുവാ. ഉസ്താദ് എന്താ വിളിച്ചേ? വാ ഉസ്താദ് വാ. ജാക്കിർ ഹുസൈൻ സ്റ്റൈലിലല്ലേ ഫിനിഷ് ചെയ്തത്. കൈ വഴങ്ങുന്നില്ല മോളെ, എത്ര നാൾ കൂടിയത്? ആ ക്ഷമയുടെ മുന്നിൽ വെച്ച് ഒരു ദിവസം ഇതുപോലെ തബല വായിക്കണം. അവള് പറയാ ഏട്ടന്റെ ചെണ്ടയാ കൂടുതൽ മാച്ച് എന്ന്. ഒരു ദിവസം നമ്മുടെ കൈ കിട്ടട്ടെ, ചെണ്ട കുട്ടിക്കാം അവളെ കൊണ്ട്. ഓ പപ്പാ പപ്പാ എന്നാ എന്നാ വേണം? ഞാൻ ഗുഡ് മോർണിംഗ്. ഇല്ല അത് ഗുഡ് മോർണിംഗ് ഇല്ലേ? ഉണ്ട്. എന്നാ പറ. ഗുഡ് മോർണിംഗ്. പപ്പ സർഫ് എക്സൽ വാങ്ങിക്കാൻ പോയിരിക്കുന്നു. ഡോക്ടർ മാലതി മേനോന്റെ മകളുടെ കണ്ണിന് എന്ത് പറ്റി? കൺജങ്ക്റ്റിവൈറ്റിസ്, മദ്രാസ് ഐ. ഏയ് ഇല്ല, പപ്പയുടെ ഏട്ടന് അസുഖമുണ്ടോ? ഹേയ്, ഇതെന്റെ ഒരു സ്റ്റൈലാണ്. ഞാനൊരു കരുണാനിധി ഫാനാണ്. ഓ ഞാൻ ഈ ഒരു തമിഴ് മാഗസിനിൽ വായിക്കുകയുണ്ടായി, ഇത്തരം കണ്ണാടികൾ ചില പെൺകുട്ടികൾ ചമ്മൽ മാറ്റാൻ. സോറി സോറി. അരഞ്ഞാണത്തി 3-4 ഏലസ് കിടക്കണല്ല, കംപ്ലീറ്റ് ആളെ മയക്കണ മന്ത്രങ്ങൾ തന്നെ. ഞാൻ കണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞ വല്ല പ്രശ്നം ഉണ്ടാക്കൂ? എന്റെ ഡൗട്ടാണ്. ഞാൻ അവിടെ കിടന്ന് കരയും, അപ്പ എന്റെ ഏട്ടൻ മാറും. പാവല്ലേ അങ്ങളെ. ആഹാ, എന്തൊരു സ്റ്റൈല്. എന്നും ഇങ്ങനെ നടന്നൂടെ എന്റെ ഏട്ടന്? നീ എന്നെ കൊണ്ട് കോലം കെട്ടിക്കാണ്, മഹാവൃത്തിയാണ്. പാപ്പ അലിയപ്പോ വണ്ടി എടുക്ക്. നമ്മളെങ്ങോട്ടാ പോകുന്ന? പപ്പ എല്ലാം പറഞ്ഞു. അയ്യോ, നോ ഐഡിയ. ചോദിച്ചിട്ട് പറയുന്നില്ല. അല്ലാതെ എങ്ങോട്ടാ സർ? പപ്പ ആലിയപ്പ ചോദിക്കുന്നില്ലേ നമ്മൾ എങ്ങോട്ടാ അയ്യടാ, പോകുന്നത്? ബുദ്ധി. അലിയപ്പോന് ലെഫ്റ്റും റൈറ്റും അറിയാലോ. ഇടത്തും വലത്തും അല്ലേ? ആ എന്നാ കയറിക്കോളൂ, ബാക്കി ഞാൻ പറഞ്ഞോളാം. നിനക്ക് പോകേണ്ട വഴിയിലെ ഡീറ്റെയിൽഡ് റൂട്ട് മാപ്പ് ഇല്ലാതെ ഈ വണ്ടി എടുക്കില്ലേ? ഇത് ചില ഓട്ടോറിക്ഷക്കാരെ സവാരിക്ക് വിളിച്ച പോലെയാണ്. നീ ആരാ? ഹിമാലയൻ കാർ റാലിക്ക് പോകുന്ന റേസിംഗ് ചാമ്പ്യനോ? ഫിനിഷിംഗ് പോയിന്റ് റൂട്ടും ചോദിക്കാൻ? കാർ എടുക്കടാ, കാറ് എടുക്കടാ, കാറ്. വരും മോളെ വരും. കാണാതായപ്പോ സ്വാമിയെ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. സ്വാമി എന്താ ആലിയപ്പ? അകത്തേക്ക് ചെല്ലി റൂട്ട് മാപ്പും ഫിനിഷിംഗ് പോയിന്റും ഒക്കെ പിടികിട്ടും. വരുന്നില്ലേ? വരുന്നു. പ്ലീസ് വരൂ വരൂ, ഇരിക്കൂ. സ്വാമി പറഞ്ഞതിലും കുറച്ച് ലേറ്റ് ആയി. സ്വാമി രാഹുകാലമൊക്കെ നോക്കുന്നുണ്ടാവും. ഇന്ന് ഉച്ച കഴിഞ്ഞല്ലേ രാഹുകാലം? ഞാൻ യമകണ്ഠ കാലമാണ് നോക്കുക. അങ്ങനെയും ചിലരുണ്ട്. ഈ തമിഴ്നാട്ടിലെ ചില ജ്യോത്സ്യന്മാർ പറയണത് രാഹുകാലം തന്നെ നോക്കേണ്ട കാര്യമില്ലെന്നാ. എവിടെ ആന്റി നമ്മുടെ കക്ഷി? ഡ്രസ്സിംഗ് ടേബിളിന്റെ മുന്നിൽ തപസിരിക്കുക. ചെന്ന് നോക്കട്ടെ. ആ ഞങ്ങള് 4 പേരാ ക്ഷമിക്കാൻ അമ്മമാരായിട്ട്. എന്താ? അല്ല, 2 പേരെങ്കിൽ സ്റ്റേറ്റ്സിലാ. ആ. ഈ 4 പേർക്കും പെൺകുട്ടികളേ ഇല്ല. അപ്പൊ പിന്നെ ഊഹിക്കാലോ, അവളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഋഷി തന്നെയാവും. പരമേശ്വരനെ കുറിച്ച് ആദ്യം കേട്ട പോലെ തന്നെ കാഴ്ചയിലും എനിക്കങ്ങ് ബോധിച്ചു. അപ്പൊ പിന്നെ അധികം നീട്ടി അല്ല അധികം നീട്ടിക്കൊണ്ട് പോകാതെ ഡേറ്റ് ഉറപ്പിക്കണം അല്ലേ സ്വാമി? നോ, അത്ര പെട്ടെന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ? No, വേണ്ട. ഭാരതി, ആ? അവർക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടില്ലായിക്കോട്ടെ. അല്ലേ സ്വാമി? അതിനെന്താ അവല്ലോ. അതിവിടെ വെച്ച് വേണ്ട അല്ലേ ഏട്ടാ? അതെ, അത് ഇവിടെ വെച്ച് വേണ്ട. ഇവിടെ ആവുമ്പോ ഏട്ടൻ ഫ്രീ ആവില്ല. നമുക്ക് പോകാം പപ്പ. എന്നാ പിന്നെ ഒരു നല്ല അസ്ട്രോളജറെ കാണണം, ഡേറ്റ് നോക്കണം. ഒരു 3 months ടൈം.
അത്രയും പോരെ സ്വാമി. ആ എനിക്കാ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഹലോ, എവിടെ? എന്താ അയ്യോ അയ്യോ, സ്വാമി ഇത് ഞാനാ, ഡോക്ടർ കോശി. വയറുവേദന എങ്ങനെയുണ്ട്? വേദന കൊണ്ട് പൊളയുകയാണെന്നോ? കൺസ്ട്രക്ഷൻ സൈറ്റിൽ നമ്മുടെ ഒരു ആക്സിഡന്റ്. എന്നിട്ട് പൊളയാണെന്നോ? അല്ല, തന്റെ ശബ്ദത്തിന് എന്ത് പറ്റി? ആ പൊളയാണെങ്കിൽ ഇങ്ങോട്ട് വാടോ. എത്ര പേർക്കാണ് തന്റെ അശ്രദ്ധ കൊണ്ട് അപകടം പറ്റിയെന്ന് നോക്കണം മിസ്റ്റർ. എന്റെ അശ്രദ്ധ കൊണ്ടോ? പോക്കരുത്തരം പറയരുത്. വയറിളകി ചാവാൻ കിടക്കുന്നവൻ ബിരിയാണിയെ കഴിക്കൂന്ന് വാശി പിടിക്കരുത്. ബിരിയാണി പാക്കേജ് പാക്ക് ചെയ്യൂ, മെഡിസിൻസ് വിതരണം ചെയ്യൂ. ഞാൻ ഇതായെത്തി കഴിഞ്ഞു. ഇയാൾക്ക് വട്ടാണോ? വയറിളകി ഭ്രാന്തായ ആദ്യത്തെ കേസാ. ഓക്കെ, ഞങ്ങളുടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇവിടെ. അവിടെ ഭയങ്കര ആക്സിഡന്റ്. എനിക്കിപ്പോ പോണം. സോറി, പപ്പാ. അയ്യോ കാപ്പി കാപ്പിയൊക്കെ പിന്നെ കുടിക്കാം. വാ. അല്ല, നമ്മളൊന്നും ഫിക്സ് ചെയ്തില്ലല്ലോ സ്വാമി. എന്ത് ചെയ്യാനാ? കൺസ്ട്രക്ഷൻ മുഴുവൻ പൊളിച്ച് വീടില്ലേ ഈശ്വരാ. അതെ, അപ്പൊ കാർ എടുക്കണ കാറ്. ഓക്കെ, വന്നോളൂ. നീ കയറ. താൻ ഇങ്ങോട്ട് വന്നു. താൻ ഇവിടെ നിൽക്കേ. എന്നിട്ട് ആ പെണ്ണോട് പറയാൻ എനിക്ക് അവളെ ഇഷ്ടമായിട്ടില്ലെന്ന്. മനുഷ്യനെ ചതിച്ച് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു ചുപ്രം പട്ടരെ. ഞാൻ എങ്ങനെ പറയും? മലയാളത്തിൽ തന്റെ തിരുവാതിർന്ന് പറയണോ? വണ്ടി എടുക്കാം. എന്താ പോ? സ്വാമി, സ്വാമി, പറവൂ, പറവൂ. സ്വാമി, ഞാൻ സ്വാമി, എന്നെ നിൽക്ക് സ്വാമി, ചോദിക്കട്ടെ. സത്യത്തിൽ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിൽ അപകടം ഉണ്ടായോ? ഉണ്ടായി ഇല്ല, പക്ഷേ പിന്നെ എന്താ പുള്ളി അവസാനം പറഞ്ഞിട്ട് പോയെ? അത് കുട്ടിയെ കുട്ടി കുട്ടിയെ ഇഷ്ടമായില്ല എന്ന് പറയാൻ പറഞ്ഞു. ഓഹോ, ഇഷ്ടമായില്ല അല്ലേ? സ്വാമി വാ. അയ്യോ, സ്വാമി വരാൻ. അയ്യോ. എന്താ എന്താ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്ന്? സ്വാമി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? സ്വാമി പറഞ്ഞു ഞാൻ വിശ്വസിച്ചിട്ടില്ല. പപ്പയുടെ ഏട്ടൻ എന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. പതുക്കെ പറ, പപ്പ അകത്തുണ്ട്. അവളെ കൂടി കാണാനാ ഞാൻ വന്നത്. അവള് പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് ഒരുങ്ങി നിന്നത്. അവള് പറഞ്ഞതിനപ്പുറം അവളുടെ ഏട്ടൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ഇഷ്ടമല്ലാന്നല്ലേ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞത്. എന്താ എന്താ അതിന്റെ കാരണം? എന്നെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എനിക്കതാ അറിയേണ്ടത്. വലിയ ഐശ്വര്യ റോയ് ഒന്നും അല്ലെങ്കിലും തീരെ ബോറില്ലാത്തൊരു പെൺകുട്ടിയാ ഞാൻ. പിന്നെ സ്വാമിക്ക് അറിയോ? പിന്നെ എനിക്കറിയാം. നിങ്ങൾക്കൊരു പിണ്ണാക്കോ അറിയില്ല. നിങ്ങൾ വിടരുത്. 7th സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ ലവ് ലെറ്റർ കിട്ടിയത്. പതുക്കെ ഈ പറഞ്ഞത് തന്നെ ഒന്ന് പതുക്കെ പറയൂ. 7th സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ 12ാം വയസ്സിൽ. പിന്നെ ലൈഫിൽ മൊത്തം 432 ലവ് ലെറ്റേഴ്സ് കിട്ടി. ഞാനൊന്നിനും മറുപടി കൊടുത്തില്ല. എന്താ അവരുടെ ഒന്നും അഡ്രസ് അറിയില്ലായിരുന്നു? ഓ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് മറ്റൊരാളെ മാരി ചെയ്യാൻ പറ്റില്ല. പപ്പയുടെ ഏട്ടൻ എന്നെ മുഴുവൻ കണ്ടല്ലോ. ഓഹോ, അങ്ങനെ ചില ഡെവലപ്മെന്റ്സ് ഉണ്ടായോ? ഞാൻ എന്ത് കണ്ടെന്ന്? ഞാനൊന്നും കണ്ടില്ല. പിന്നെ ഏലസിന്റെ എണ്ണം വരെ പറഞ്ഞില്ലേ? അല്ല, അത് കുട്ടി അങ്ങനെ കേറി വന്നത് കൊണ്ടല്ലേ. എനിക്കിനി മറ്റൊരു പുരുഷന്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയില്ല. ഞാൻ പപ്പ ഏത് നിമിഷവും പുറത്തു വരും. ക്ഷമ, ഞാൻ പറഞ്ഞേക്കെ. ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. ക്ഷമ ഇപ്പൊ അക്ഷമ കാണിക്കരുത് പ്ലീസ്. ഞാൻ അവിടെ വന്ന് കണ്ടോളാം. ഞാൻ വാ പിന്നെ പ്ലീസ്. ഞാൻ ക്ഷമ അവിടെ വന്ന് കണ്ടോളാം. പ്ലീസ് ക്ഷമ ഇപ്പോ. സ്വാമി ഒന്നും അറിഞ്ഞിട്ടില്ലേ?